നമുക്കിനി എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്? ലാസ്റ്റ് ആ ഒരു മാത്രം അപ്ഡേറ്റ് ചെയ്താൽ പോലെ. ചേഞ്ച് വരുന്ന ഏരിയസല്ലോ രണ്ടുപേരുടെ വർക്ക് ചെയ്യായിരിക്കും അല്ലേ? അല്ല, കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നില്ല? എനിക്കിപ്പോ തോന്നിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ, തോന്നേണ്ടവർക്ക് തോന്നണല്ലോ. മാഡം എങ്ങോട്ടാണ് കയറി കയറി പോകുന്നത്? ഞാൻ അമൃത്സാറിന്റെ ക്യാബിനിലേക്ക്. ഇതാണ് അമൃത്സാറിന്റെ ക്യാബിൻ. അതുവഴി ഞാൻ ഇങ്ങോട്ടൊന്ന് വന്ന് ജസ്റ്റ് കയറിയിട്ട് പോയതാ. ഈ ഫയലൊന്ന് സൈൻ ചെയ്യണം എനിക്ക്. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതെ വർക്ക് ചെയ്യുന്നത്. ഡൗട്ടൊന്നും അടിക്കണ്ട, ഒരു കറക്ഷനും ഇല്ല. ഒരു കാര്യത്തിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ ഞാൻ ചെയ്യും. അല്ലാതെ ചിലരെ പോലെ കറക്ഷനൊന്നും ഇല്ല സ്വപ്ന ലോകത്തിരുന്ന് വർക്ക് ചെയ്തിട്ട്. അല്ലെങ്കിൽ എന്താ പോയി സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സാധനം ബൂമറാങ് പോലെ തിരിച്ചു വരും. വെറുതെ കമ്പനിക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ. ഒരു ഡൗട്ടും വേണ്ട, സെറ്റാണ്. നീ ചെക്ക് ചെയ്യാൻ വന്ന കാര്യം നടന്നില്ലേ? അപ്പൊ ചെല്ലി ഇതുവഴി പോകാൻ പറ്റില്ലല്ലോ. വർഷത്തിൽ ഒരിക്കലേ പണി എടുക്കുള്ളൂ. ടോമേ, അമൽ ബോസ് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? വർക്കിനെ പറ്റിയാ? അല്ല, എന്നെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? ഒരു കുഴപ്പമില്ല, ചെയ്തോ. അത് ഇപ്പൊ എന്തായാലും എക്സ്റ്റൻഷൻ എടുത്തു, അതിനെ പറ്റിയല്ലേ ചോദിക്കണേ? ജെസ്സിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ജെസ്സിയെ കുറിച്ച് എന്താ പറയാനൊന്നും പറഞ്ഞില്ല. അവൻ അറിഞ്ഞൂടെ അമൽ സാറും ജെസ്സിയും കല്യാണം കഴിക്കാൻ പോവാന്ന്? അത് ശരി. ജെസ്സി സാറിനെ അങ്ങോട്ട് കയറി പ്രപ്പോസ് ചെയ്തെന്നാ പറഞ്ഞേ. അങ്ങനെയായിരുന്നു സംഭവം. ഇതേ എല്ലാവരും അറിയാതെ ഭയങ്കര രഹസ്യമായിട്ട് വെച്ചേക്കായിരുന്നു. ഞാൻ കണ്ടുപിടിച്ചില്ലേ, നമുക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവല്ലോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ജെസ്സി സാറിന്റെ കാലിൽ വീണെന്നാ പറഞ്ഞ സാറ്. അതും ഞാൻ ചോദിച്ചു, സാർ എന്തിനാന്ന്? അപ്പൊ പറയാ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സാറിനോട് അത്രയും കെഞ്ചി പറഞ്ഞു. അതെ, അതുകൊണ്ട് എന്തായാലും ഇനി കൂടുതൽ അടുപ്പത്തിൽ നിന്ന് പോകാൻ നിൽക്കണ്ട. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കെന്തോ ഞാൻ പറഞ്ഞില്ലേ, മുന്നേ ഞാൻ പറയാറില്ലേ, ഇതൊക്കെ രഹസ്യത്തിനിടയിൽ നടന്ന് തോന്നുന്നു പറയാനിട്ടാ. വിജി, ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് കറക്ഷൻ ഇത്രയൊക്കെയാണ് കേട്ടോ. ഞാൻ എന്തായാലും ഇത് കറക്ഷനൊക്കെ ശരിയാക്കിയിട്ട് വൈകിട്ട് മേലയക്കാം. ശരിയടാ, വൈകുന്നേരം തന്നെ എനിക്ക് അയക്കണേ. ഓക്കെ. നീ എന്താ വല്ല കപ്പലണ്ടി കച്ചവടത്തിന് പോകാൻ പോകുന്നത്? എന്നെ കൂടെ വല്ല പറയിപ്പിക്കുന്നത്. ആകെ മനുഷ്യൻ ഇവിടെ സമതല തെറ്റിയിരിക്കുക. ഞാൻ എന്ത് കഷ്ടപ്പെട്ട് ഒരുപോലെ കണ്ണടയ്ക്കാതെ ചെയ്ത് തീർത്ത് താനാന്നറിയാം. അങ്ങനെ ശരിക്കൊന്ന് മറിച്ചു പോലും നോക്കാതെ എല്ലാം വലിച്ചു കീറി കളഞ്ഞു. അയ്യോ, അത് കഷ്ടമായി പോയല്ലോടി. കഷ്ടമായോന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്നോട് പറയണം ആദ്യം മുതൽ ചെയ്യാൻ. കണക്കായി പോയി. നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ആരുടെയെങ്കിലും സിസ്റ്റത്തിൽ നോക്കി ചെയ്തിട്ട് പോവാൻ. അല്ലാതെ വീട്ടിൽ പോയിട്ട് നിനക്ക് തോന്നുന്നത് പോലെ വർക്ക് ചെയ്ത് കൊണ്ട് കൊടുത്താൽ പിന്നെ അങ്ങനെ വായിരിക്കുന്ന വേറെ എന്തെങ്കിലും പറയാതോ? ഇതിപ്പോ ഞാൻ ചെയ്തതാണോ കുറ്റമായി പോയത്? നിന്റെ ഏതെന്റെ കുറ്റം ഇരിക്കുന്നത്? ഇനിയിപ്പം അങ്ങാടെ എനിക്ക് ബാക്കിയും കൂടെ കേൾക്കാതെ ബാക്കി ഫുള്ള് ചെയ്ത് തീർക്കാൻ നോക്ക്. പിന്നെ എന്റെ പട്ടി ചെയ്യും. ഇനി ഞാൻ 2 ദിവസം കഴിഞ്ഞേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ പണിയുമ്പോഴത്തേക്ക് പണി എടുക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുമല്ലേ. എന്നാ പിന്നെ കിട്ടിയത് വാങ്ങിച്ചോണ്ടിരുന്നോ? ഇരിക്കുമ്പോ മിണ്ടാതിരിക്കണം, എനിക്ക് വർക്കുണ്ട്. ഇരിക്കണ കാര്യം പറഞ്ഞപ്പോഴാ ആ കൃഷ്ണന്റെ ക്യാമ്പിൽ ടോം ഇരിപ്പുണ്ട്. അത് ആ ഹൈദരാബാദിന്റെ വർക്കിലെ കുറച്ച് കറക്ഷൻസ് ഉണ്ട്, അത് കറക്റ്റ് ചെയ്തെടുക്കുക. നീ ഇത്ര കൂളായിട്ട് പറയണേ? നിനക്ക് ആ ഇരിപ്പ് കണ്ടിട്ട് അത്ര പന്തികേട് തോന്നിയില്ല? നീ ഒന്ന് വ്യക്തമായിട്ട് പറയാ എന്താന്ന് വെച്ചാല്. എടി, അവളിത് വെറുതെ ഉണ്ടാക്കിയ സീനാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ബുദ്ധി അവൾക്ക് നിനക്ക് തോന്നുന്നുണ്ടോ? അവൾക്ക് ബുദ്ധിയില്ലായിരിക്കും, പക്ഷെ കുരുട്ടു ബുദ്ധി അത് നല്ലോണം ഉണ്ട്. ഇതിന്റെ പിന്നെ അവൾക്ക് കൃത്യമായ ഗൂഢാലോചന ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത്രയും നാൾ നമ്മൾ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ കറക്ഷൻ എന്ന് പറഞ്ഞൊരു മെയിൽ ഇതുവരെ വന്നിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കറക്ഷൻ മെയിൽ വരുന്നത് അല്ലേ? ഇത് മാത്രമല്ല, ടോം ഈ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചോദിച്ചാൽ നിനക്ക് നോ പറയാൻ പറ്റത്തില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അത് മാത്രമല്ല, ഇതിനകത്തൊരു സെന്റിമെന്റൽ ലൈനൂടെ കിടപ്പുണ്ട്. നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് അങ്ങനെ ചില ഡൗട്ടുകളൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഇനിയിപ്പം ഇത് ഇങ്ങനെ തന്നെ അല്ലെങ്കിലും ഇതിനകത്ത് എന്തൊക്കെയോ അവളുടെ കളികളുണ്ടെന്നാണ് എനിക്ക് നല്ല സംശയം തോന്നുന്നത്. ഈ കറക്ഷന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്.